അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ കാര്യങ്ങൾക്ക് ഒരു മാറ്റവുമില്ല. മോഡി 2.0 എന്നുള്ളത് മോഡി 3.0 എന്ന് പേര് മാറ്റിയെന്നേ ഉള്ളൂ. പ്രധാനപ്പെട്ട മന്ത്രിമാരും അവരുടെ വകുപ്പുകളും എല്ലാം പഴയത് തന്നെ. ഇതിലേറ്റവും പ്രധാനം ആഭ്യന്തരം അമിത്ഷായ്ക്ക് തന്നെ എന്നുള്ളതാണ്. അതായത് ED പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ഇനി ചായയും പലഹാരങ്ങളും ഒരുക്കി കാത്തിരിക്കാം. കപിൽ സിബൽ, പ്രശാന്ത് ഭൂഷൺ, മനു അഭിഷേക് സിംഗ്വി എന്നിവരുടെയൊക്കെ ജോലിഭാരം കൂടുമെന്നർത്ഥം. ധനകാര്യം നിർമ്മലാ സീതാരാമന് നൽകുക വഴി സാമ്പത്തിക നയത്തിലും ഒരു വ്യത്യാസവും പ്രതീക്ഷിക്കേണ്ട. ഉപരിതല ഗതാഗത വകുപ്പ് നിതിൻ ഗഡ്കരിക്ക് നൽകുക വഴി ഈ മേഖലയിൽ കഴിഞ്ഞ 10 വർഷമായി NDA ഗവൺമെൻറ് ആർജിച്ച നേട്ടം തുടരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. 1,20,000 കിലോമീറ്റർ റോഡാണ് ഈ കാലയളവിൽ പുതിയതായി പണിതത്. ഇത് റെക്കോർഡാണ്. ഒരുപക്ഷെ ഈയൊരു വകുപ്പ് മറ്റൊരാളിനാണ് കൊടുത്തിരുന്നതെന്നുണ്ടെങ്കിൽ അത് രാജ്യത്തിലെ കേരളമടക്കമുള്ള സ്ഥലങ്ങളിലെ റോഡ് പണിയെ ദോഷകരമായി ഒരുപക്ഷെ ബാധിച്ചേക്കുമായിരുന്നു. കാരണം ഒരു വകുപ്പിൽ പുതിയൊരു മന്ത്രി വരുമ്പോൾ ഫയലുകൾ മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് കാലതാമസം സ്വാഭാവികമാണ്. ആ ഒരു സാങ്കേതിക തടസ്സമാണ് ഇവിടെ ഒഴിവായി കിട്ടിയത്. ഇദ്ദേഹം നാഗ്പൂർ മണ്ഡലത്തിൽ നിന്നാണ് ജയിച്ചത്. ഉത്തരാഖണ്ഡിൽ നിന്നുള്ള അജയ് ടംഡയും ഡൽഹിയിൽ നിന്നുള്ള ഹർഷ് മൽഹോത്രയുമാണ് ഈ വകുപ്പിലെ മറ്റ് 2 സഹമന്ത്രിമാർ. നിതിൻ ഗഡ്കരിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ പ്രതിനിധികളുമായി നല്ല ബന്ധമാണ് ഇദ്ദേഹം പുലർത്തുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിൻ്റെ റോഡ് സ്വപ്നങ്ങൾക്ക് ഇനിയും ചിറകുമുളയ്ക്കാം. കേരളത്തിൽ നിന്നുള്ള സുരേഷ് ഗോപിയെ പോലുള്ള ഏതാനും ചില പുതുമുഖങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ കഴിഞ്ഞ സർക്കാരിൻ്റെ തുടർച്ച തന്നെയാണ് ഇതും എന്ന് തന്നെ പറയാം. ഏതാനും ചില സീറ്റുകളിൽ കുറവ് വന്നു എന്നത് മാത്രമാണ് വ്യത്യാസം. അതുകൊണ്ട് കേരളത്തിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം കാലാകാലങ്ങളായി ഉപയോഗിച്ചു പോരുന്ന ട്രോളുകൾ തന്നെ ഇനിയും ആവർത്തിക്കാമെന്ന് ചുരുക്കം.